കേരളീയർ ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്നത് കുഞ്ഞാലി മരയ്ക്കാന്മാരെയായിരുന്നു. അതിൽ കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ 400 വർഷം മുമ്പ് വടകരയ്ക്കടുത്തെ ഇരിങ്ങലിൽ ജനിച്ച വീടും നിർമ്മിച്ച പള്ളിയുമാണ് നാം ഇപ്പോൾ കണ്ടത്. എന്നാൽ കുഞ്ഞാലി മരയ്ക്കാറെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലുണ്ട്. ഇത്തവണത്തെ യാത്ര അങ്ങോട്ടേക്കായാലും തമിഴ്നാട്ടിലെ തൂത്തുക്കുടിക്കടുത്തുള്ള മാധവൻകുറിച്ചി എന്ന ഗ്രാമത്തിലെ പെരുമാൾ കോയിലിലാണ് നമുക്ക് ഈ കാഴ്ച കാണാവുന്നത്. നമ്മുടെ സ്വന്തം കുഞ്ഞാലി മരയ്ക്കാറാണിത്. അതായത് ഇവിടെ കുഞ്ചു മരയ്ക്കാർ എന്നറിയപ്പെടുന്ന കുഞ്ഞാലി മരയ്ക്കാർ. കുഞ്ഞാലി മരയ്ക്കാർ ഇവിടെ ആരാധന മൂർത്തി കൂടിയാണ്. അപ്പം ഈ കുഞ്ഞാലി മരയ്ക്കാരെ ആരാധിക്കുന്ന ഈ ക്ഷേത്രം ലോകത്തിൽ തന്നെ അപൂർവങ്ങളായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ശരിക്കും കുഞ്ഞാലി മരയ്ക്കാർ എന്ന് നമ്മൾ പറയുന്ന ഈ മരയ്ക്കാന്മാരുടെ ജന്മദേശം അല്ലെങ്കിൽ ജന്മഭൂമിക ഈ കോറമണ്ഡൽ തീരത്തെ ഈ കായൽപ്പട്ടണം, തൂത്തുക്കുടി, അതുപോലെ തന്നെ കീഴക്കരെ, നാഗൂർ ഈ പ്രദേശങ്ങളാണ്. മരയ്ക്കാർ എന്ന വാക്കിനർത്ഥം മരം കൊണ്ടുള്ള കപ്പലുണ്ടാക്കുന്നവർ എന്നാണ്. അപ്പം ഈ മരം കൊണ്ട് കപ്പലുണ്ടാക്കുക, അത് ആണിയില്ലാത്ത കപ്പലുകൾ, ആണിയില്ലാതെ മരം കൊണ്ട് കപ്പലുണ്ടാക്കുക, അതിലൂടെ വ്യാപാരം നടത്തുക, വ്യാപാരങ്ങളിൽ ഇടനിലക്കാരാവുക. സിലോണിലേക്കുള്ള കറുവപ്പട്ട വ്യാപാരത്തിൻ്റെ ഇടനിലക്കാർ കുഞ്ഞാലി മരയ്ക്കാർമാരായിരുന്നു. കുഞ്ഞാലി എന്നുള്ള പേര് പിന്നീട് വരുന്നതാണ്. മരയ്ക്കാർ എന്നുള്ളത് വലിയൊരു സ്ഥാനപ്പേരാണ്, ഇവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന പേരാണ്. അതുപോലെ തുർക്കി, മലേഷ്യ, ശ്രീലങ്ക മുതലായ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരം ആയിരുന്നു ഈ നാവിക കപ്പൽ പുഴകളുള്ള വ്യാപാരമായിരുന്നു മരയ്ക്കാന്മാരുടെ കുലത്തൊഴിൽ. അതിൽ പെട്ട മരയ്ക്കാന്മാരാണ് പിന്നീട് ഈ കൊച്ചിയിലെത്തുകയും കൊച്ചിയിൽ നിന്ന് പൊന്നാനി, കോഴിക്കോട് എത്തുകയും ചെയ്യുന്നത്. ചരിത്രത്തിൽ 4 കുഞ്ഞാലി മരയ്ക്കാന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. സാമൂതിരി നൽകിയ സ്ഥാനപ്പേരാണ് കുഞ്ഞാലി. 1524 മുതൽ 1600 വരെയായിരുന്നു അവർ സേനാനായകന്മാരായി ഉണ്ടായിരുന്നത്. ഒന്നാം കുഞ്ഞാലി മരയ്ക്കാറായ കുട്ടി ആലി മരയ്ക്കാർ സാമൂതിരിക്ക് വേണ്ടി പോർച്ചുഗീസുകാരുമായി നടന്ന പോരാട്ടത്തിൽ ശ്രീലങ്കയിൽ വെച്ച് കൊല്ലപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായ രണ്ടാം കുഞ്ഞാലി മരയ്ക്കാറും പോർച്ചുഗീസുകാർക്ക് നിരന്തരം തലവേദന സൃഷ്ടിച്ചു. മൂന്നാം കുഞ്ഞാലി മരയ്ക്കാറായ പാത്തു മരയ്ക്കാറാണ് വടകരയിൽ ഒരു കോട്ട കെട്ടുകയും പള്ളി നിർമ്മിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മകനായ നാലാം കുഞ്ഞാലി മരയ്ക്കാർ മുഹമ്മദ് മരയ്ക്കാറെ പോർച്ചുഗീസുകാർ ഏറെ ഭയന്നു. അദ്ദേഹത്തിൻ്റെ കോട്ട 40 ദിവസം ഉപരോധിക്കുകയും സാമൂതിരിയെ മുഹമ്മദ് മരയ്ക്കാർക്കെതിരെ തിരിച്ചുവിടുകയും ചെയ്തു. സാമൂതിരിക്കായി കീഴടങ്ങിയ മുഹമ്മദ് മരയ്ക്കാറെ ഗോവയിൽ കൊണ്ട് തലയറുത്ത് കൊല്ലുകയും വിവിധ അവയവങ്ങൾ ഗോവയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുകയുമായിരുന്നു പോർച്ചുഗീസുകാർ ചെയ്തത്. പെരുമാൾ കോയിലിന് മുന്നാലെ ഒരു ആർട്ടിക്കിൾ ഹിന്ദു പത്രത്തിൽ വന്നിருக்கு. நம்ம நாட்டில் குஞ்சாலி மரய்க்கார்னு சொல்லுவேன். மரய்க்கார் இங்கே ரொம்ப ரெஸ்பெக்ட் கொடுக்க கோயில் ரெஸ்பெக்ட் கொடுக்க கேட்டிருப்பேன். ஏன் இதுக்கு ரீசன் என்ன? ரீசன் வந்து குஞ்சு மரய்க்கார், குஞ்சாலி மரய்க்கார் அண்ணன் தம்பி 2 பேரும். அந்த மரய்க்கார் வந்து 99 கப்பல் இருந்துச்சு அவருக்கு. ஒரு கப்பல் வந்து ஒரே மரத்தில் செய்கிறதுக்கு மரம் தேடி போனார். ஒரே கப்பல் ஒரே மரத்தில் தேடி போகும்போது கேரளா பக்கம் தேடி போயிருக்காங்க. அப்போ குஞ்சு மரய்க்கார், குஞ்சாலி மரய்க்கார் மற்ற அவங்களுடைய சபாக்களோட சேர்ந்து போயிருக்காங்க. போகும்போது அங்கே வந்து அந்த மரத்தில் வந்து இந்த உச்சிக்கு என்ன சாமி அதில் இருந்திருக்காரு. அந்த மரத்தை வெட்டும்போது அந்த அதில் பிளட் வந்திருக்கு. பிளட் வந்தோடனே மாதிரி அவர் மறைக்கார் இல்லையா, வெட்டுன்னு சொல்லி வெட்ட வச்சாச்சு. வெட்டி அதை தோணியில் தூக்கி வச்சு அந்த மரத்தை கொண்டுட்டு வரும்போது இந்த மணப்பாட்டை தாண்டி வரும்போது அந்த கப்பல் தூளான்னு உடஞ்சிச்சு. இந்த தோணி உடஞ்சி தூளாக அதில் வந்த ஒரு பலகை, அந்த பலகையை எங்கள் ஊருக்கார் ஒருத்தர் இங்கே எடுத்துகிட்டு வந்தார். இங்கே கொண்டு வரும்போது அவர் இந்த நம்ம இந்த உச்சிக்கண்ணனார் இருக்கார்ல, உச்சிக்கண்ணனார் அது கூட வந்துட்டார். உச்சிக்கண்ணனார் கூட வந்ததுனால
அப்போ அந்த இதில் மறைக்கார் இருக்கிற எல்லாமே அந்த இதில் ஆந்துட்டாங்க, கடலில் எல்லாருமே ஆந்துட்டாங்க. அப்போ இந்த மறைக்காரோட இது இவங்க கூட வந்துட்டு உச்சிக்கண்ண சாமி கூடயே வந்து இந்த அவரும் வந்துட்டார். அவர் வந்துக்கும்போது எங்களுக்கு இதில் வந்து இங்கே எங்கள் ஊருக்குள்ளே வரும்போது தகராறு கொஞ்சம் பிரச்சனைகள் வந்துருச்சு. பிரச்சனைக்கு போது அப்போ பெருமாள் கோயிலில் கேட்டோம். பெருமாள் வந்து அதுக்கு அனுமதி கொடுத்துட்டாரு. சரி வச்சுக்கிடுங்க இன்னும் வச்சு கொடுக்கும்போது அப்போ உச்சிக்கண்ண என்ன சொன்னாருன்னா என் கூட மறைக்காரையும் வச்சுக்கிடுவேன்